നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും പലരെയും അസ്വസ്ഥരാക്കുന്നതും പലരെയും ചൊടിപ്പിക്കുന്നതുമുള്ള കാര്യം എന്താ അറിയോ? നമ്മൾ സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സിൻ്റെ നീളമാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത് അല്ലേ? ഇപ്പോഴും ഈ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയസിലും ഓരോ പോസ്റ്റിൻ്റെ താഴെയും വരുന്ന കമൻ്റ് എടുത്ത് നോക്കിയത് സ്ത്രീകൾ ധരിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേറെ ഏതൊരു അവർ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കേരളത്തിൻ്റെ സാക്ഷരതയെപ്പറ്റി ഒരുപാട് നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴും ഇവിടെ നമുക്ക് ശരിക്കും സാക്ഷരത ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാവരുടെയും കേസ് അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. വളരെ ജഡ്ജ്മെൻ്റലായിട്ടും അല്ലെങ്കിൽ സ്ത്രീകളെ എപ്പോഴും സ്ത്രീവിരുദ്ധതയോടെ സംസാരിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇത് എല്ലാ ആൾക്കാരും ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമല്ല. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഹലോ ഗൈസ്, ദിസ് ഇസ് മീ അർച്ചന. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, കുറച്ച് നാളായി ഞാൻ ഒരു നേരിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു 2 weeks ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറൗണ്ട് ഷോർട്സ് ഇടാറില്ല, കുറച്ച് തിരക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ടൈം കിട്ടാഞ്ഞത്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ കുറച്ച് റീസെൻറ്റ് നമ്മുടെ ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പുള്ളി എന്ത് ചെയ്തു, ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി, കൊളോണൽ സൂഫിയ ഖുറേഷില്ലേ, അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, അതായത് മദർ തെരേസ, ഇപ്പോൾ ഇതുപോലെ ഉള്ള ആൾക്കാരാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ വിമൻ എംപവർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ്. അതിന് പുള്ളി പറഞ്ഞു വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് അറിയാം, ഇവരൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സംഭാവനകളാണ് വിമൻ എംപവർമെൻ്റ് എന്നുണ്ട്. അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റിൻ്റെ ശരിക്കുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത്രയും നല്ല വസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരാണ് എന്ന്. അപ്പം വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതൊക്കെ ഫേക്കാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നോർമലൈസ് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ സൈബർ ബുള്ളിങ് പോലെ എനിക്ക് കുറേ കമൻറ്റ്സ്, കുറേ റിപ്ലൈ ഒക്കെ അതിന് കുറേ ആൾക്കാർ എൻ്റെ നേരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, കുറച്ച് ആൾക്കാർ ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് സോഷ്യൽ മീഡിയ ആപ്സൊക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് പാർട്ടി യൂസ് ചെയ്തുകൊണ്ട് അവർ എന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ട് തുണി ഉരിയുന്ന കുറച്ച് ആൾക്കാർ എന്ന് പറയുന്ന കുറച്ച് വിഭാഗമുണ്ട്. സോ അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാര്യം അവർ പ്രൈവറ്റ് പാർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് അവർ റവന്യൂ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ്. സോ അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ആ ചെയ്യുന്ന പ്രവൃത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല. കാര്യം നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് വ്യൂസും ലൈക്സും കിട്ടിക്കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. സോ പക്ഷെ ആ വീഡിയോയിൽ ആ ഒരു പ്രസ്തുത വ്യക്തി പറയുന്നത് സ്ത്രീകൾ ഒന്നടങ്കം ആയിട്ടാണ് അതിൽ ആ ഒരു വീഡിയോയിൽ ആ വ്യക്തി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പിന്നെ പറയുന്നത് സർക്കാസാണ്, നിനക്ക് വിവരമില്ലായിട്ടാണ് അത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് മെൻഷൻ ചെയ്യണമായിരുന്നു അല്ലേ? ഇപ്പോഴും വേറെ ഒരുപാട് ഒരുപാട് ന്യൂസസ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ സൈബർ ബുള്ളിങ്ങും, സ്ത്രീകൾക്ക് നേരെ ജാതീയ അധിക്ഷേപം അല്ലെങ്കിൽ നിറത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഉടുക്കുന്ന വസ്ത്രത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് കുറ്റങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിക്ഷേപങ്ങളും ഒക്കെ തെറി ആക്ഷേപങ്ങളൊക്കെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. അത് സെലിബ്രിറ്റികൾ മാത്രമല്ല, നമ്മളുടെ റിയൽ ലൈഫ് നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചില ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അതായത് വിശാലമായ ചിന്താഗതി ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകും. നാട്ടിലുള്ള ആൾക്കാർ ഇവരൊക്കെ ഇപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവ് നോക്കി ഇരിക്കുകയാണ്. എനിക്ക് ചോദിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എന്തിനാണ് ആൾക്കാരുടെ വസ്ത്രത്തിൻ്റെ അളവ് നോക്കിയിരിക്കുന്നത്? ഇവിടെ ആണുങ്ങൾ എന്ത് ധരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമല്ല. പെണ്ണുങ്ങൾ എന്ത് ധരിച്ചാലും അതൊരു ചർച്ചാ വിഷയമാണ്. എന്നും ചുരിദാർ ധരിക്കുന്ന ഒരാൾ ഒരു ദിവസം മിനി സ്കേർട്ട് ധരിച്ചു കഴിഞ്ഞാൽ അവൾ ഇന്ന് മിനി സ്കേർട്ട് ധരിച്ചു, കണ്ടില്ലേ അവളിത്തിരി അഹങ്കാരി, അവൾ ജാടേ, അവൾ തന്നിഷ്ടക്കാരിയായി. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇഷ്ടമുള്ള വസ്ത്രം
ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ള ഒരു അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനും ഉണ്ട്. അത് ആണുങ്ങൾക്കുള്ളതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഉണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്. സോ അതിവിടെ പല ആൾക്കാരും മറന്നു പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരുടെ ഓരോരോ വീഡിയോസും അവരുടെ ഓരോരോ അഭിപ്രായങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമൊക്കെ കാണുമ്പോൾ എനിക്ക് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നി എന്താ അവരിവിടെ ചെയ്തു കൂട്ടുന്നതെന്ന്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിനോടനുബന്ധിച്ചുള്ളൊരു കാര്യമല്ല, എന്നാൽ പോലും രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു വ്യക്തിയുണ്ട്, ഒരു പ്രസ്തുത വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിയാൽ മതി, ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്. അതായത് ആ പുള്ളിക്കാരത്തിയുടെ ഒരു എന്താ പറയുക, ഏതൊരു വ്യക്തിക്കാണേലും അവരവരുടേതായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട്. ഒരാൾക്ക് വേറൊരാളെ പോലും ഒരിക്കലും ആകാൻ പറ്റില്ല. ആ ഒരു വ്യക്തിയുടെ കഴിവിനെയോ സൗന്ദര്യത്തിനെയോ അവരുടെ പദവിയെയോ വേറൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് എന്താ കിട്ടുന്നത്? നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ചും വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷേ ആ കമ്പാരിസൺ ചെയ്യുന്ന ആ വ്യക്തിയുടെ മനസ്സമാധാനമല്ലേ അവിടെ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ കുറച്ച് കാലം തൊട്ട് ഇവിടെ സൈബർ ബുള്ളിങ് ആണേലും അതുപോലെ തന്നെ പല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, നിറത്തിൻ്റെ പേരിലാണെങ്കിലും സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട്. അതിപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ശരി, അല്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ശരി, ആരുടെ ലൈഫാണ് ശരി, അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാനുണ്ടോ? നിങ്ങൾക്ക് എന്ത് മനസ്സന്തോഷമാണ് കിട്ടുക? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രേണുസുധിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ മുഖം കാണാൻ പല്ലീനെ പോലെ ഉണ്ട്, തവളേനെ പോലെ ഉണ്ട്, പക്രു ചേട്ടനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു. എന്താ പക്രു അത്രയ്ക്ക് മോശം പക്രുവായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്? എനിക്ക് കമ്പയർ ചെയ്യുന്നത് തോന്നുമ്പം എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്, പക്രു ചേട്ടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്രു ചേട്ടൻ അത്ര മോശമായിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞ അണ്ണാച്ചികളെ പോലെയുണ്ട് കാണാനിപ്പം, ഒരു കാണാൻ ഭംഗിയില്ല, എന്താ അണ്ണാച്ചികളെന്താ മനുഷ്യന്മാരല്ലേ? അപ്പം അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാട്ടിൽ അവർ എന്താ പറയുക ഇൻ ടേംസ് ഓഫ് പൈസേൻ്റെ കേസിലാണേലും അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൻ്റെ കേസിലാണ് അവർ താഴ്ന്നു നിൽക്കുന്നത്, അവരെ കുറ്റം കൊണ്ടല്ലല്ലോ. സോ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുക, കമ്പയർ ചെയ്യുന്ന നമ്മൾ ആൾക്കാരാണോ? നല്ലവരായാലും ചീത്തവരായാലും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രേണുസുധിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കാൻ ആർക്കും അരി കൊണ്ട് കൊടുക്കില്ല, ആരും പൈസ കൊണ്ട് കൊടുക്കില്ല. അവർ മുന്നിട്ടിറങ്ങി അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അവർക്ക് ചെയ്യണം. കുറേ ആൾക്കാർ പറയുന്നത് അതിനെന്തിനാണ് പിന്നെ ഡ്രസ്സിൻ്റെ അളവൊക്കെ കുറയ്ക്കുന്നത്, എന്തിനാണ് വയർ കാണിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൂടെ? എല്ലാ തൊഴിലും അതിൻ്റെതായ മഹാത്മ്യമില്ലേ? ഇവിടെ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ള വലിയ വലിയ പദവിയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ഫാമേഴ്സാണ്, ചില ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ചില ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടൻറ്റാക്കി എടുത്തിടുന്നുണ്ട് എന്നെ പോലെ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ക്യൂ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പാഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര കുറവായിട്ടോ അല്ലെങ്കിൽ കുറ്റമായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തോട്ടെ, അതിന് നമുക്കെന്താ? നമ്മളെന്തിനാ ഇങ്ങനെ ഓരോ ആൾക്കാരെ ലൈഫിൽ എത്തിക്കയറിയിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത്? അവരങ്ങനെ ചെയ്ത് ശരിയായില്ലാണ് നമ്മളെന്തിനാ പറയുന്നത്? എനിക്കിതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ പറയുന്നത് മൂലം നാളെ തന്നെ എല്ലാ ആൾക്കാരും നല്ല മനസ്സിൻ്റെ ഉടമകളായി നന്നാവും എന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നും എനിക്കില്ല. മേ ബി ഈ ഒരു വീഡിയോൻ്റെ അടിയിലും കുറേ ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാതിരിക്കാം, ചിലപ്പോൾ അത് വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ. ബട്ട് ഫൈൻ, നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞു വെക്കണമല്ലോ. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു വ്ളോഗ് മാത്രം ഇടുക എന്നല്ലാതെ നമ്മുടെ തോട്ട്സും ഒപ്പീനിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫോമിൽ ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് മുന്നേ ഫെമിനിസം എന്നുള്ളൊരു ടോപ്പിക്കിന് ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് വ്യൂസ്, അതായത് ഒരു 500 കൂടുതൽ വ്യൂസ് അതിന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് അവരുടെ കമൻസ് 500 വ്യൂസ് എന്നതിനേക്കാളുപരി അതായത് കുറച്ച് ആൾക്കാർ അവരുടെ കമൻസ് ഷെയർ ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം ഉളവാക്കിയൊരു കാര്യമായിരുന്നു. സോ അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇതിനോട് എന്ത് കമൻ്റ് ആണോ എന്നൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം. എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ രേണുസുധി ആയിക്കോട്ടെ, വേറൊരു വീഡിയോൻ്റെ അത് ഞാൻ വേറൊരു ചേച്ചി ഇപ്പം 2 ദിവസം മുന്നേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ ആ ചേച്ചി, എനിക്ക് ആ ചേച്ചിയുടെ അറിയില്ല, ആരാ എന്താണെന്നും അറിയില്ല, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ആ വീഡിയോൻ്റെ അകത്ത് ആ ചേച്ചി പറയുന്നത്, ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള ഒരാളായിരുന്നു, നിങ്ങളുടെ ലോകം പോലെയാണ് മറ്റുള്ളവരുടെ ലോകം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ മകൾ ഏതോ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ആ ഡ്രസ്സിനെ സംബന്ധിച്ച് ആരും എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് ആ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ബുദ്ധി വിവരം ഒന്നുമില്ല. ബുദ്ധി എന്ന് വെച്ചാൽ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ബുദ്ധി വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. ശരിക്കും ആ സ്ത്രീ പറഞ്ഞതുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ നമ്മുടെ ലോകം പോലെ മറ്റുള്ള ആരുടെ ലോകം ഉണ്ടാവണം നമ്മളെന്തിനാ വാശി പിടിക്കുന്നത്? അങ്ങനെ നമ്മൾ വാശി പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് ചിലപ്പം നമ്മളധികം യാത്ര ചെയ്യാത്ത ആളായിരിക്കും, നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടേത് പോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള ആൾക്കാരും ചിന്തിക്കുന്നത്, മറ്റുള്ള ആൾക്കാരും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം ഞാൻ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് സമൂഹം എന്താ പറയുക, സമൂഹം കൽപ്പിച്ചിട്ടുള്ള ചില മാന്യതകളൊക്കെ നമ്മൾ പാലിക്കണം, പിന്നെ ഇങ്ങനെയൊന്നും ഡ്രസ്സ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കറിയാം ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവരൊന്നും നന്നാൻ പോയില്ല എന്ന് പറയാം. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലുള്ള വേറൊരു ഞാൻ ഉണ്ടാവുകയല്ലോ, അതെനിക്ക് കമൻറ്റ് ചെയ്യാൻ അല്ല ആ കൊടുത്ത കമൻറ്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കാനായിട്ട് തോന്നിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, സമൂഹം കൽപ്പിച്ചിട്ടുള്ള പിന്നെ എന്താ പറയുക നിയമങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ തീരുമാനിക്കാറുള്ളത്. നമ്മൾ വേറൊരാൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യരുത്. ഇപ്പം ഞാനിവിടെ എന്ത് വസ്ത്രം ധരിച്ചാലും വേറൊരാൾക്ക് അതൊരു ഉപദ്രവമാവാൻ പോകുന്നില്ല. ഇപ്പം ഞാനിപ്പം ഷോർട്ട്സ് ഇട്ടാലും സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ഇട്ടാലും വേറൊരാളെ അതൊരു യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. അത് എൻ്റെ ശരീരമാണ്, ഞാൻ ധരിക്കുന്ന വസ്ത്രമാണ്, ഞാൻ കൊടുത്തിട്ടുള്ള പൈസയാണ് ആ ഡ്രസ്സിന്. സോ അത് യാതൊരു തരത്തിലും വേറൊരാൾക്ക് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, എനിക്കറിയില്ല. എൻ്റെ പൊന്നു ഗൈസ്, ഇത് എപ്പം ഞാൻ എന്ത് വീഡിയോ എടുക്കുമോ എന്തൊരു കഷ്ടമാണിത്. ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്യുക വീഡിയോകാരെ. ഇനി അത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു സംഭവം, എന്തോ പരിപാടി വരാൻ തോന്നുന്നു. ചെണ്ടക്കൊട്ടും മറ്റേ ബാൻഡിൻ്റെ മേളമൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. ചെണ്ടക്കൊട്ടല്ല, ബാൻഡിൻ്റെ മേളം. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ധരിക്കുന്ന വസ്ത്രം അത് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വേറൊരാൾക്കും കടന്ന് കരയേണ്ട ആവശ്യമില്ല. അല്ലെ വേറൊരാളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന നിനക്ക് അഭിപ്രായം പറയാനുള്ളത് പോലെ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പക്ഷെ അതൊരിക്കലും വേറൊരാളുടെ പേഴ്സണൽ പ്രൈവസീനെ ബാധിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കരുത് നിങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾ നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടും ഒക്കെ വേണം പറയാൻ. വേറൊരാളെ സംബന്ധിച്ചുള്ള കാര്യമാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ വേറൊരാളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു അലിഗേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 തവണയെങ്കിലും മിനിമം ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ആരെയും എന്ത് ചെയ്യരുത്. നമുക്ക് ആകെ ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ, ഒരു ലൈഫേ ഉള്ളൂ. സോ അത് നമ്മൾ എന്തിനാ വേറെ ആൾക്കാരിങ്ങനെ അവരെ വിഷമിച്ച് അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് നമ്മൾ ചെയ്യണത്? ഇപ്പം തന്നെ രേണുസുതി അവർക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ധരിച്ചും വീഡിയോ എടുത്തും. നിങ്ങൾ ഒറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് കൊണ്ടല്ലേ അവരെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ വന്ന് ഇപ്പം എന്തെങ്കിലും ഇതേപോലെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും അവർക്ക് നേരെ എന്തെങ്കിലും പറയും. എങ്ങനെയുള്ള ആൾക്കാരെല്ലാം കുറച്ച് പേര് പറയും. പക്ഷെ എന്നാലും മാസീവായിട്ട് കുറേ ആൾക്കാർ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കില്ല. ഇവിടെ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് അവർക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങ് സൗന്ദര്യം ഇല്ലാത്തത് അവരെ കുറ്റമാണോ? അവർ ജനിച്ചത് അങ്ങനെയാണ്, അവർക്കുള്ളൊരു രൂപം, നിറം, അല്ലെങ്കിൽ അവരുടെ ഒരു മുഖത്തിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെ ആവാനല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു മട്ടിൽ നമ്മൾ വേറൊരാൾ എന്തിനാ ഇങ്ങനെ കളിയാക്കാൻ നിൽക്കുന്നത്? അതൊരിക്കലും നമ്മൾ ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് ന്യൂസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെ കഴിയുന്നതും കുറഞ്ഞു വരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ പ്രത്യാശിക്കുന്നതും. അങ്ങനെയുള്ളൊരു കിനാശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കണം. സോ ടാറ്റാ ബൈ ബൈ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.